പാലക്കാട് നഗരസഭയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ നടപടി. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിനായുള്ള ബയോമൈനിംഗ് ആരംഭിക്കാൻ അന്തിമ ഡ്രോൺ സർവേ നടത്തി. ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് മാലിന്യത്തിന്റെ അളവ് സംബന്ധിച്ച് അന്തിമ സർവേ നടത്തിയത്. ഏറെക്കാലമായി പാലക്കാട് നഗരസഭയ്ക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം. 78,000 ടൺ മാലിന്യം ഗ്രൗണ്ടിലുണ്ട്. വേനൽക്കാലത്ത് ഇത് കത്താതിരിക്കാൻ വലിയ ശ്രദ്ധയാണ് നഗരസഭ നൽകുന്നത്. എന്നാൽ ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിനായുള്ള ബയോമൈനിംഗ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി അന്തിമ ഡ്രോൺ സർവേ നടത്തി. ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് മാലിന്യത്തിന്റെ അളവ് സംബന്ധിച്ച അന്തിമ സർവേ നടത്തിയത്. 15 കോടി രൂപ ചെലവഴിച്ചാണ് ഖരമാലിന്യ സംസ്കരണം നടത്തുന്നത്. നിലവിൽ പാലക്കാട് നഗരത്തിൽ മാലിന്യ കൂമ്പാരങ്ങളില്ല. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ അന്നു വരുന്ന മാലിന്യങ്ങൾ അന്നു നിർമ്മാണം ചെയ്തു വരുന്നുണ്ട്. പക്ഷേ പതിറ്റാണ്ടുകൾ കൂടിക്കിടന്ന മാലിന്യമാണ് പാലക്കാട് നഗരസഭയുടെ തലവേദന. കേരളത്തിൽ 23 ഡംപ് സൈറ്റുകളുണ്ട്. അതിൽ പാലക്കാട് നഗരസഭയ്ക്ക് അഭിമാനിക്കാൻ സാധിക്കും. കാരണം അതിൻ്റെ ക്വാണ്ടിഫിക്കേഷൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ടെൻഡർ പ്രൊസീജിയറിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഇനിയിപ്പോൾ സാങ്കേതിക അനുമതി മാത്രമാണ് ബാക്കിയുള്ളത്. സാങ്കേതിക അനുമതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ടെൻഡർ നടപടിയിലേക്ക് കടക്കും. ടെൻഡർ നടപടി കഴിഞ്ഞാൽ നമ്മൾ ടെൻഡർ അംഗീകരിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനകത്ത് പദ്ധതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 3 മാസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് അവിടെയുള്ളത് നിർമ്മാണം ചെയ്യാൻ വേണ്ടി സാധിക്കും. സാങ്കേതിക അനുമതിയായാൽ ഈ മാസം 30ഓടുകൂടി ടെൻഡർ നടപടികളിലേക്ക് കടക്കും. ടെൻഡർ സ്വീകരിച്ച് അംഗീകരിച്ചു കഴിഞ്ഞാൽ മാലിന്യം നീക്കുന്ന പ്രവർത്തനം 1 മാസത്തിനകം ആരംഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. നിലവിൽ KSWMB ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഏറ്റവും വലുതാണ് പാലക്കാട് നഗരസഭയുടേത്. കാലങ്ങളായി പാലക്കാട് നഗരത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം തരംതിരിച്ച് ഗ്രൗണ്ടിൽ നിന്നും മാറ്റാതെ കൂട്ടിയിട്ടതുകൊണ്ടാണ് മാലിന്യം കുന്നുകൂടാനിടയാക്കിയത്. എന്നാൽ നിലവിൽ അന്നെത്തുന്ന മാലിന്യങ്ങൾ ഒരാഴ്ചയ്ക്കകം തന്നെ നഗരസഭ തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനി മുഖാന്തരം നീക്കം ചെയ്യുന്നുണ്ട്. ജനം, പാലക്കാട്.